ട്രേഡിംഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, SL ഹണ്ടിങ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പോകുന്നത് മാർക്കറ്റ്. അപ്പം ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇല്ലേ? കാരണം നമ്മൾ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നിടത്തു നിന്നാണ് മാർക്കറ്റ് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസും എടുത്തിട്ട് നേരെ ടാർഗറ്റിലോട്ട് പോകും. നമ്മളിങ്ങനെ ആലോചിക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്ന ഏരിയ കൃത്യമായിട്ട് നോക്കുന്നത്. നമ്മൾ എവിടെ നിന്നാണ് ട്രേഡ് എടുക്കുന്നത്, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്, ഇതൊക്കെ എല്ലാം കൃത്യമായിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മനസ്സിലാക്കുന്നത്. നമ്മളെപ്പോഴും അന്താളിച്ചിട്ടുണ്ട്. ചില സമയത്ത് രണ്ട് സൈഡും നമ്മളൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ വരച്ചു വയ്ക്കുന്നു. സപ്പോർട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് PE എടുക്കുന്നു, മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് PE എടുക്കുന്നതിന്റെ സ്റ്റോപ്പ് ലോസ് മുകളിൽ കയറി എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുന്നു. താഴെ എത്തുമ്പോഴത്തേക്കും C സൈഡിൽ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നവന്റെ SL എടുത്തിട്ട് വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോകുന്നു. കോൾ ഓപ്ഷൻ എടുത്തവനും പുട്ട് ഓപ്ഷൻ എടുത്തവനും SL ഹിറ്റായ വേദനയിൽ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷന് പിരാഗി നമ്മൾ ഇരിക്കും. നമ്മുടെ പൈസയും പോയി, സ്ട്രാറ്റജി വർക്കാവുന്നില്ല. നമ്മൾ എവിടെയാണ് ഈ SL ഹണ്ടിങ് നടക്കുന്നത്? കൃത്യമായിട്ട് നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ട്രേഡേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പിവറ്റ് ലൈനുകൾ. കൃത്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സും യൂസ് ചെയ്യുന്ന പിവറ്റ് ലൈനുകളാണ്. പിവറ്റ് ലൈനുകളിലാണ് ഓൾമോസ്റ്റ് പ്രൊഫഷണൽ ട്രേഡേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മളുമൊക്കെ ട്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നത്, ഇല്ലേ? നമ്മൾ ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ പിവറ്റ് പോയിന്റുകൾ കാണും. പിവറ്റ് പോയിന്റിനോടൊപ്പം തന്നെ അതിന്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും ലൈനുകൾ, അതിന്റെ കാൽക്കുലേഷനൊക്കെ നമ്മുടെ CPRന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തുണ്ട് നമ്മൾ എങ്ങനെയാണ് നെക്സ്റ്റ് ഡേയുടെ പിവറ്റ് പോയിന്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും CPR ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാൽക്കുലേഷൻസ് CPRന്റെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യമാണോ ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, അതോ നമ്മുടെ മിസ്റ്റേക്ക് ആണോ? ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ട്രേഡേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് പിവറ്റ് പോയിന്റ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഏതൊരു തുടക്കക്കാരനും ആദ്യം പഠിക്കുന്നത് സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാനാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് പിവറ്റ് പോയിന്റ്സ്. പിവറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇൻഡിക്കേറ്ററുകൾ പോലെ മാർക്കറ്റിനോടൊപ്പമോ മാർക്കറ്റിന്റെ തൊട്ട് പിന്നിൽ നിന്നോ സഞ്ചരിക്കുന്നതല്ല പിവറ്റ് പോയിന്റുകൾ. ഇന്നത്തെ കാൽക്കുലേഷൻ വെച്ചിട്ട്, ഇന്നത്തെ മാർക്കറ്റിന്റെ ഓപ്പണും ഹൈയും ക്ലോസും വെച്ചിട്ട് നെക്സ്റ്റ് ഡേയുടെ പിവറ്റ് പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഒരു ഫിക്സഡ് റേഞ്ച് ആയിരിക്കും നെക്സ്റ്റ് ഡേയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ സാധാരണ നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈനുകളാണ് ഇത്തരം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മളൊരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പിവറ്റ് പോയിന്റ് നമ്മൾ നോക്കുന്നു. പിവറ്റ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാണ്. പിവറ്റ് പോയിന്റ് നോക്കുമ്പോൾ നമുക്ക് സെൻട്രലിൽ ഒരു ലൈൻ വരും, അതാണ് PP, പിവറ്റ് പോയിന്റ്. അത് കഴിഞ്ഞിട്ട് പിവറ്റ് പോയിന്റിന് മുകളിലോട്ട് വരുന്നതൊക്കെയാണ് R1, R2, R3 അങ്ങനെ പോകും. അതുപോലെ തന്നെ പിവറ്റ് പോയിന്റ് താഴോട്ട് വരുന്നത് S1, S2, S3 അങ്ങനെ താഴോട്ട് പോകും. അതായത് സപ്പോർട്ട് 1, സപ്പോർട്ട് 2, സപ്പോർട്ട് 3 അങ്ങനെ. അപ്പോൾ കൃത്യമായിട്ട് പലപ്പോഴും ഈ മാർക്കറ്റിൽ ക്യാൻഡിലുകൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും കൃത്യമായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വർക്കാകാറുണ്ട്. ഞാൻ ചാർട്ട് വരയ്ക്കുന്ന വീഡിയോ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ചാർട്ട് വരയ്ക്കുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ പിവറ്റ് പോയിന്റുകളാണ്. പിവറ്റ് പോയിന്റുകളോടൊപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ ക്യാമറയുടെ പിവറ്റ് പോയിന്റും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മാർക്കറ്റിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നമ്മൾ പിവറ്റ് പോയിന്റുകൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എല്ലാം വരച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, S2 ഓപ്പൺ ചെയ്തു, S2 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. പിവറ്റ് പോയിന്റിലോട്ട് മാർക്കറ്റ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റ് അടുത്ത് ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിലോട്ട് പോകണം. നമ്മൾ ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ്, ഒരു ക്യാൻഡിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴോട്ട് എൻട്രി എടുക്കും. മാർക്കറ്റ് നേരെ താഴോട്ട് വരും. അടുത്ത് S1 പൊട്ടി നേരെ S2 വന്നിട്ട്
ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയൊരു ക്യാൻഡിൽ മുകളിലോട്ട് ഒരു പച്ച വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത എൻട്രി എടുക്കുന്നു. മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇവിടെ നിന്ന് വീണ്ടും താഴോട്ട് വരുന്നു. കൃത്യമായിട്ട് നമ്മുടെ ലൈനുകളെല്ലാം റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് വർക്ക് ചെയ്യാണ് ഇല്ലേ. അപ്പൊ നമ്മളിവിടെ എൻട്രി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ നിന്ന് ഒരു റെഡ് ക്യാൻഡിൽ താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ഒരു 10-20 പോയിന്റ് മുകളിലോട്ട് എസ് എൽ വെക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴും താഴെ എസ് എൽ വെക്കുന്നു. ഇവിടെ എല്ലാം നമ്മൾ പിവറ്റ് പോയിന്റുകളുടെ തൊട്ട് മുകളിലാണ് നമ്മൾ എസ് എൽ വെക്കുന്നത്. നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മൾ യൂട്യൂബ് വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഹൈയുടെ തൊട്ട് മുകളിൽ എസ് എൽ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നത് അതിന്റെ തൊട്ട് മുകളിൽ എസ് എൽ വെക്കാൻ പറയുന്നുണ്ട്. ചിലർ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ 10-15 പോയിന്റ് നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് അനുസരിച്ച് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. അവിടെ ചാർട്ട് നോക്കുന്നില്ല, അവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ ഒന്നും നോക്കുന്നില്ല, നമ്മളവിടെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ നോക്കുന്നില്ല. നമ്മൾ പഠിച്ച എന്താണ്, ഒരു എൻട്രി നിങ്ങൾ 100 രൂപയ്ക്ക് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 80 രൂപയിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 20 പോയിന്റ്. അവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് 20 രൂപയ്ക്ക് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പം അറിയത്തില്ല. നിങ്ങൾ സപ്പോർട്ടോ റെസിസ്റ്റൻസോ നോക്കുന്നില്ല. ഫ്രീ കോൾ തരുന്നവർ ചിലപ്പം അവർക്കറിയാമായിരിക്കും. അവർ പറയും നിങ്ങൾ 120 എൻട്രി എടുക്കൂ, 100 സ്റ്റോപ്പ് ലോസ് വയ്ക്കൂ. നിങ്ങൾക്കൊന്നും അറിയില്ല അവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് 100 രൂപയിൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. ചിലപ്പം മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ഒക്കെ പോയി പ്രീമിയം മെൽട്ടായിട്ട് മാർക്കറ്റ് കയറി പോകും. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും പ്രീമിയത്തിൽ. പക്ഷെ നമുക്കറിയില്ല നമുക്ക് എന്തുകൊണ്ടാണ് അവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്. നമ്മൾ പറയും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ തലയിൽ നമ്മൾ പഴിചാരിയിട്ട് നമ്മുടെ സ്ട്രാറ്റജി ശരിയായിരുന്നു എന്ന് നമ്മൾ അങ്ങ് മനസ്സമാധാനത്തോടുകൂടി കാത്തിരിക്കും അടുത്ത എൻട്രിക്ക് വേണ്ടിയിട്ട്. പക്ഷെ കൃത്യമായിട്ട് നോക്കേണ്ടത് നമ്മൾ എടുക്കുന്ന എൻട്രികൾ കറക്റ്റ് ആണോ എന്നാണ് ഇല്ലേ. ഇവിടെ നമുക്ക് ഭാഗ്യത്തിന് നമ്മുടെ എല്ലാ എൻട്രികളും കറക്റ്റ് ആയിരുന്നു ഇല്ലേ. നമ്മൾ ഓരോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ച് കൃത്യമായിട്ട് നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് നമ്മൾ അവിടെ എസ് എൽ വെച്ചു. നമ്മുടെ എല്ലാ എൻട്രികളും കൃത്യമായിട്ട് നമുക്ക് എസ് എൽ വെച്ചതുകൊണ്ട് നമ്മുടെ എസ് എൽ ഹിറ്റ് ആയില്ല. കൃത്യമായിട്ട് എല്ലാ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും വർക്കായി. നമ്മൾ നല്ല പ്രോഫിറ്റ് എടുത്തു ഈ ദിവസം. പിന്നെ നമ്മൾ തന്നെ ഒരു ആത്മകഥം പറയും, എന്താണ്, ഞാൻ ട്രേഡിങ്ങിൽ വിജയിച്ചു, ഞാൻ ചാർട്ട് വരയ്ക്കാൻ പഠിച്ചു, എൻ്റെ എല്ലാ എൻട്രികളും കൃത്യമായിരുന്നു. അപ്പൊ നമ്മൾ ഭയങ്കര ആഹ്ലാദത്തോടു കൂടി ഇരിക്കും, ഞാൻ വിജയിച്ചു കഴിഞ്ഞു ഓപ്ഷൻ ട്രേഡിങ്. നെക്സ്റ്റ് ഡേ സംഭവിക്കുന്നത് എന്താണ്, നെക്സ്റ്റ് ഡേ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചു. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചു. മാർക്കറ്റ് ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, ഇവിടെ എത്തി. തലേന്ന് നമുക്ക് ആത്മവിശ്വാസം തന്ന ഏരിയകളാണ്. പിവറ്റ് പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു റെഡ് ക്യാൻഡിൽ താഴോട്ട് വന്നു, ട്രേഡ് എടുത്തോ താഴോട്ട് പുട്ട് ഓപ്ഷൻ. ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റെഡ് ക്യാൻഡിൽ വന്ന് താഴോട്ട് മാർക്കറ്റ് വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് ഒരു 20 പോയിന്റ് മുകളിലോട്ട് എസ് എൽ വെച്ചു ഇല്ലേ. കാരണം തലേന്ന് നമുക്ക് നമ്മുടെ ചാർട്ട് എല്ലാം കൃത്യമായിട്ട് വർക്കായി. നമുക്കൊരു ആത്മവിശ്വാസമുണ്ട് നമ്മുടെ ചാർട്ട് വർക്കാകുമെന്ന്. ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുത്തു, താഴോട്ട് വന്നു, മാർക്കറ്റ് മുകളിലോട്ട് പോയി. നമ്മുടെ പിവറ്റ് പോയിന്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് മുകളിലോട്ട് പോയി. അവിടെ നിന്ന് നമ്മുടെ എസ് എൽ ഹിറ്റായി ഇല്ലേ. അപ്പോ ഈ ഒരു പിവറ്റ് പോയിന്റ് ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിലോട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും കോൾ ഓപ്ഷൻ മാർക്കറ്റ് മുകളിലോ പോകാൻ വേണ്ടിയിട്ട് കാത്തിരുന്നവർ ഇവിടെ നിന്ന് എൻട്രി എടുത്തു, മുകളിലോട്ട് എൻട്രി എടുത്തു. അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, അവർ പഠിച്ചിട്ടുള്ളത് പ്രീവിയസ് ലോയുടെ താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ. അവർ ഇതിന്റെ നേരെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഓൾറെഡി പുട്ട് ഓപ്ഷൻ എടുത്തവന്റെ എസ് എൽ ഹിറ്റായി. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, എസ് എൽ താഴെ വെച്ചിട്ട് കോൾ ഓപ്ഷൻകാരെടുത്തു. മാർക്കറ്റ് ഇവിടുത്തെ എസ് എൽ എടുത്തിട്ട് നേരെ താഴോട്ട് വന്നു. അപ്പോൾ പുട്ട് ഓപ്ഷൻ എടുത്തവൻ എന്ത് വിചാരിച്ചു, എന്റെ എസ് എൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ എസ് എൽ ഹണ്ടേഴ്സ് മുകളിൽ കയറി വന്നു, എസ് എൽ ഹണ്ടിങ് ചെയ്തു. ഇവിടെ കോൾ ഓപ്ഷൻ എടുത്തവന്റെ എസ് എല്ലും എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ട് പോയി. കോൾ ഓപ്ഷൻ എടുത്തവനും പ്രോഫിറ്റ് ഇല്ല, പുട്ട് ഓപ്ഷൻ എടുത്തവനും പ്രോഫിറ്റ് ഇല്ല ഇല്ലേ. തലേന്ന് നമ്മൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്തു, നമ്മുടെ ചാർട്ടുകളെല്ലാം പക്കാ വർക്കായി, അപ്പൊ നമ്മൾ വിജയിച്ചു. പക്ഷെ ഇന്ന് തോറ്റപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ തലയിൽ അല്ലെങ്കിൽ എസ് എൽ ഹണ്ടിങ് എന്ന ഒരു കാര്യത്തിന്റെ മുകളിൽ നമ്മൾ വെച്ചിട്ട് തലയൂരുകയാണ്. എന്റെ മിസ്റ്റേക്ക് അല്ല, എസ് എൽ ഹണ്ടിങ് നടന്നു. മാർക്കറ്റ് താഴോട്ട് പോയി, ഇവിടെ വന്നു, ഇവിടെ നടത്തി വീണ്ടും മുകളിലോട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ കോൾ ഓപ്ഷൻ എടുത്തു. മാർക്കറ്റ് തിരിച്ചിവിടെ വന്നു, അവിടെ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് നമ്മൾ എസ് എൽ താഴെ വെച്ചേക്കാണ്. നമ്മുടെ എസ് എൽ ഹിറ്റല്ല, മാർക്കറ്റ് മുകളിലോട്ട് പോയി. ചില സമയത്ത് നമ്മുടെ ഇത്തരം പിവറ്റ് പോയിന്റുകൾ വർക്കാവും, ചില സമയത്ത് നമ്മുടെ ഇത്തരം പിവറ്റ് പോയിന്റുകൾ വർക്കാകത്തില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നമ്മുടെ ചാർട്ടിൽ പോയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ഓക്കെ, ഇത് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ ചാർട്ടാണ്. ഏകദേശം 12-ാം തീയതി മുതലുള്ള ചാർട്ടാണ്, ഒരാഴ്ചത്തെ ചാർട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ കാണുന്നതൊക്കെ പിവറ്റ് പോയിന്റുകളാണ്.
നമ്മുടെ CPR ബൈ പാലാഴി എന്നുള്ള ഇൻഡിക്കേറ്ററിൽ ഞാൻ പിവറ്റ് പോയിന്റ് ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ പിവറ്റ് പോയിന്റ് ഉണ്ട്. പിവറ്റ് പോയിന്റിന്റെ കളർ ഇതാണ്. താഴോട്ടുള്ള 3 ഗ്രീൻ ക്യാൻഡിൽസ്, മുകളിലോട്ടുള്ള 3 ഗ്രീൻ ക്യാൻഡിൽസ് R1, R2, R3, താഴോട്ടുള്ളത് S1, S2, S3. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഓക്കെ, ഈ കാണുന്നത് നമ്മുടെ പിവറ്റ് പോയിന്റ് ആണ്. മുകളിലോട്ടുള്ളത് R1 റെസിസ്റ്റൻസ് 1, ഇത് R2, ഇത് R3. താഴോട്ട് 3 സപ്പോർട്ട് ഉണ്ട്. ഇതൊരു S1, S2, S3. ഓക്കെ, അപ്പം ഈ 12-ാം തീയതിയുള്ള ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് നിന്ന് താഴോട്ട് വന്നു. നമ്മുടെ S1 വർക്കായില്ല, പക്ഷെ S2ൽ എത്തിയതുമില്ല, ഇല്ലേ? S1 ബ്രേക്കായി, പക്ഷെ S2 എത്തിയില്ല. അതിന്റെ ഇടയ്ക്ക് വെച്ച് മാർക്കറ്റ് തിരിച്ചു കയറിപ്പോയി. മുകളിലോട്ട് പോകുന്ന വഴിക്കും S1 പിന്നെ നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് റെസിസ്റ്റൻസ് ആവണം. ഇവിടെ റെസിസ്റ്റൻസ് ആയില്ല, മുകളിൽ കയറി തിരിച്ചു ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിവറ്റ് പോയിന്റിൽ നമുക്ക് സപ്പോർട്ട് കിട്ടി, ഇല്ലേ? പിവറ്റ് പോയിന്റിൽ നിന്ന് റെസിസ്റ്റൻസ് വന്നു കൃത്യമായിട്ട്. അവിടെ നിന്ന് നേരെ മാർക്കറ്റ് താഴോട്ട് വന്നു. എന്നാൽ ഇവിടെ നിന്ന് നമുക്കൊരു ഇത് കിട്ടിയോ? ടാർഗറ്റ് താഴോട്ട് വന്നോ? ഇല്ല. അതും ഇടയ്ക്ക് വെച്ച് മാർക്കറ്റ് തിരിച്ചു കയറിപ്പോയി. അടുത്ത ദിവസം നോക്കിയാലും മാർക്കറ്റ് ഇവിടെ താഴോട്ട് വന്നു. ഇവിടെ സപ്പോർട്ട് കിട്ടി കൃത്യമായിട്ട്. അവിടെ പിവറ്റ് പോയിന്റ് വർക്കായി മുകളിലോട്ട് കയറി. ഇവിടെ നിന്ന് താഴോട്ട് വന്നു. നമ്മൾ മുകളിൽ എവിടെയോ SL വെച്ചു. മാർക്കറ്റ് ഒന്ന് കയറി, വീണ്ടും കയറി, നമ്മുടെ SL എടുത്തു. SL ഹണ്ടിങ്. മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു, ഇല്ലേ? അപ്പം ഇവിടെ ഒരു SL ഹണ്ടിങ് നടന്നു. ഇവിടെ കൃത്യമായിട്ട് ഒരു സപ്പോർട്ട് കിട്ടി. ഇവിടെ നമുക്കൊരു SL ഹണ്ടിങ് നടന്നു. ഇനി അടുത്ത ദിവസം നോക്കിയാലോ, 14-ാം തീയതി മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. കൃത്യമായിട്ട് ഇവിടെ പിവറ്റ് പോയിന്റ് വർക്കായി ഡബിൾ ടോപ്പ് വന്നു. മാർക്കറ്റ് നേരെ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് വന്നു. ഇവിടെ സപ്പോർട്ട് എടുത്തു. വീണ്ടും ഇവിടെ താഴോട്ട് ഒരു ബ്രേക്ക്ഔട്ട് വന്നു. ബ്രേക്ക്ഔട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ടാവും. വീണ്ടും മുകളിൽ കയറി ഇവിടെ നിന്ന് വീണ്ടും താഴോട്ട് വന്നു. ഇവിടെ നിന്ന് മുകളിലോട്ട് പോയപ്പം എടുത്തതിന്റെ SL ഇവിടെ ഹിറ്റായി, തിരിച്ചു വന്ന് കയറി, വീണ്ടും ഇറങ്ങി, വീണ്ടും മുകളിലോട്ട് പോയി. അപ്പം ഇതെല്ലാം നമ്മളെന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പിവറ്റ് പോയിന്റുകൾ നോക്കി എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് നമ്മൾ എൻട്രി എടുക്കുമായിരിക്കും. ചിലപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കാത്തിരിക്കും, നമ്മൾ മുട്ടിയിരിക്കും. എന്റെ പിവറ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എന്റെ S1ൽ എത്തുന്ന സമയത്ത് എനിക്ക് എൻട്രി എടുത്തേ പറ്റത്തുള്ളൂ. അവിടെ ക്യാൻഡിൽ മുട്ടുന്നവരെ കാത്തിരിക്കും. പെട്ടെന്ന് തിരിച്ചു കയറി പോയാലോ, നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നു, ഇല്ലേ? ഈ ദിവസം 17-ാം തീയതി നോക്കി കഴിഞ്ഞാലും ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ഒന്ന് സൈഡ് വൈസ് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നമ്മുടെ SL ഹിറ്റ് ആവാൻ സാധ്യതയില്ല. കൃത്യമായിട്ട് അവിടെ ലൈൻ വർക്കായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് ചാർട്ടുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചിലപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ച അനുഭവിച്ചിട്ടുള്ളതായിരിക്കും നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റോപ്പ് ലോസുകളെല്ലാം മാർക്കറ്റ് ഹണ്ട് ചെയ്തിട്ട് തിരിച്ച് താഴോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ നമ്മൾ ആരെയാണ് ചീത്ത വിളിക്കുന്നത്? നമ്മൾ പിവറ്റ് പോയിന്റുകളെയാണോ ചീത്ത വിളിക്കുന്നത്? അല്ല നമ്മൾ എൻട്രി എടുത്ത നമ്മുടെ മെത്തേഡിനെയാണോ ചീത്ത വിളിക്കുന്നത്? അതോ SL ഹണ്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണോ നമ്മൾ ചീത്ത വിളിക്കുന്നത്? അവിടെ നമ്മൾ ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ്. കൃത്യമായിട്ട് നമ്മൾ ഈ SL പോയിന്റുകളൊക്കെ എന്ന് പറയുന്നത് ഈ പിവറ്റ് പോയിന്റുകളൊക്കെ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കുള്ള ഒരു മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ എത്തുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ കൂടെ നോക്കണം. നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയ ഒരു പ്രൈസ് ആക്ഷൻ പ്രീവിയസ് ഡേയിൽ സെയിം ലെവലിൽ നടന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ മാർക്കറ്റ് ഇവിടെ എത്തി. ഇതൊന്ന് ഡിലേറ്റ് ചെയ്യാമല്ല. ഓക്കെ, മാർക്കറ്റ് ഇവിടെ എത്തി. ഈ ഒരു പിവറ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ പ്രീവിയസ് ഡേയിൽ നോക്കണം. നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയ ഒരു പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ അവിടെ ഒരു സപ്ലൈ സോണോ ഒരു ഡിമാൻഡ് സോണോ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ഒരു സപ്പോർട്ടിൽ മാർക്കറ്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിൽ മാർക്കറ്റ് എത്തുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുന്നേ നമ്മൾ കൃത്യമായിട്ട് അവിടുത്തെ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കണം. എന്നിട്ട് മാത്രമേ എൻട്രി എടുക്കാവൂ. എന്നിട്ടും എൻട്രി എടുത്തിട്ട് നിങ്ങൾ എടുക്കുന്ന 10 ട്രേഡിൽ 8 ട്രേഡും നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കുന്നുണ്ടോയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നുള്ളൊരു സാധനം മാർക്കറ്റിൽ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അല്ല, കൃത്യമായിട്ട് നമ്മൾ പ്രൈസ് ആക്ഷൻ നടന്നിടത്ത് വെച്ച് എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് അവിടെ SL ഹിറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ട് ശരിയാണ്. ഇവിടെ SL ഹണ്ടേഴ്സ് ഇല്ല. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് SL ഹിറ്റ് ആവുന്നത്.
നമുക്കിനി ചാർട്ടിലോട്ട് പോവാം, നമ്മുടെ SL എങ്ങനെയാണ് ഹിറ്റ് ആവുന്നതെന്ന്. അത് നമ്മൾ നേരത്തെ പഠിച്ചു. എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് തുടങ്ങി, ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ എത്തി. ഇവിടെ നമുക്കൊരു എൻട്രി പോയിന്റ് ഇല്ല. കാരണം എന്താണ്? ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടില്ല. 5 മിനിറ്റ്സിലോ 3 മിനിറ്റ്സിലോ ഒന്നും നമുക്കിവിടെ ഒരു എൻട്രി പോയിന്റ് വന്നിട്ടില്ല. മാർക്കറ്റ് ഇവിടെ നിന്ന് കൃത്യമായിട്ടൊരു ഫോളോ വന്നു. നമുക്കിവിടെ ഒരു കോൾ ഓപ്ഷൻ എടുക്കാനുള്ള ഒരു എൻട്രി ലെവൽ ഇല്ലായിരുന്നു. പ്രീവിയസ് ഡേയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഡേയിൽ ഒരിടത്തും നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് സോൺ ഇല്ല. നമുക്ക് അവിടെ ഒരു ഡിമാൻഡ് സോൺ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നില്ല. തിരിച്ച് മുകളിലോട്ട് പോയിട്ട് മാർക്കറ്റ് തിരിച്ച് വീണ്ടും താഴോട്ട് വരികയാണ്, ഇവിടെ വരികയാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കയറിയിട്ട് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രീവിയസ് ക്യാൻഡലിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചു. മാർക്കറ്റ് മുകളിലോട്ട് ഒരു ഹൈ തന്നിട്ട് വീണ്ടും താഴോട്ട് വന്നു. ചിലപ്പം ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇവിടുത്തെ കോൾ ഓപ്ഷൻ എടുത്തവന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇവിടെ വെച്ചിരുന്നതിന്റെ സ്റ്റോപ്പ് ലോസും ഹിറ്റായി ഇല്ലേ? ഇനി നമുക്ക് ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നോക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് തിരിച്ച് താഴോട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എവിടെ സപ്പോർട്ട് എടുക്കാനാണ് സാധ്യത കൂടുതൽ? ഒരിക്കലും ഈ ഒരു സപ്പോർട്ട് ലൈനിലല്ല, S1-ലല്ല സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉള്ളത്. അവിടെ നമുക്ക് കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ ഉണ്ട്. നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ സീരീസിൽ പഠിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു റാലി ക്യാൻഡിൽ, ഇവിടെ ഒരു റാലി ക്യാൻഡിൽ, ഇടയ്ക്ക് 2 ബേസ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ബേസ് ക്യാൻഡിൽ നിങ്ങൾ ഇവിടെ ഒരു ബേസ് ക്യാൻഡിൽ, ഇവിടെ നിങ്ങൾ ഒരു സപ്ലൈ സോണോ ഒരു ഡിമാൻഡ് സോണോ വരച്ചാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചോ. നിങ്ങൾ പ്രൈസ് ആക്ഷൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു റാലി ക്യാൻഡിൽ വന്നു മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഈ പിവറ്റ് പോയിന്റ് നോക്കില്ല. പിവറ്റ് പോയിന്റിനടുത്ത് എവിടെയാണ് നമുക്ക് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഒരു ഡിമാൻഡ് സോൺ വന്നിട്ടുള്ളത്? ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിമാൻഡ് സോൺ വന്നു. മാർക്കറ്റ് കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ പഠിച്ചിട്ടുള്ളവനാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി തന്നു. അല്ലെങ്കിൽ മുകളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഇവിടെ എൻട്രി തന്നു. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വരിക? നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഡിമാൻഡ് സോണിന് താഴെയാണ്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായോ? ഇല്ല. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ സ്റ്റോപ്പ് ലോസ് ഹണ്ടേഴ്സ് വന്നോ? ഇല്ല. കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയാണോ പെൻഡിങ് ഓർഡർ ഉള്ളത് അവിടെ വന്ന് അവന്റെ പെൻഡിങ് ഓർഡർ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ആരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത്? പ്രൈസ് ആക്ഷൻ അറിഞ്ഞുകൂടാതെ വെറും പിവറ്റ് ലൈൻ നോക്കി വെച്ചിട്ട് എൻട്രി എടുത്തതിന്റെ 2 സൈഡിലോട്ടുള്ള SL ഹിറ്റായി. പക്ഷേ നമ്മൾ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നമ്മളിവിടെ ഒരു ഡിമാൻഡ് സോൺ വരച്ചു വെച്ചതുകൊണ്ട് നമ്മൾ എൻട്രിക്ക് വേണ്ടി കാത്തിരുന്നു. എവിടെയാണ്? ഇവര് SL വെച്ചിരുന്നിടത്താണ് നമ്മുടെ എൻട്രി. മനസ്സിലായോ? SL വെച്ചിരുന്നിടത്താണ്, സാധാരണ ആൾക്കാർ SL വെച്ചിടത്താണ് നമ്മുടെ എൻട്രി വരുന്നത്. അവര് SL ഹിറ്റായപ്പോൾ നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുത്തു. കാരണം എന്താണ്? ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പെൻഡിങ് ഓർഡർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ബൈ ചെയ്തു. മാർക്കറ്റ് മുകളിലോട്ട് പോയി. മനസ്സിലായോ? അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി മുകളിലോട്ട് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്നു ഇല്ലേ? കൃത്യമായിട്ട് ഈ പിവറ്റ് പോയിന്റ് എത്തിയപ്പോഴത്തേക്കും മാർക്കറ്റ് അവിടെ റിജക്ട് ചെയ്തു. എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ റിജക്ട് ചെയ്തത്? നമ്മൾ പിവറ്റ് പോയിന്റ് പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ പറയാണ് ഇവിടെ പിവറ്റ് പോയിന്റ് ഉള്ളത് കൊണ്ട് ഇവിടെ റിജക്ഷൻ വന്നു. അവിടെ ഒരു ഡബിൾ കൺഫർമേഷൻ നിങ്ങൾക്ക് ചിലപ്പം കിട്ടിയേക്കും. പ്രീവിയസ് ഡേയിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് ഇല്ലേ? ഇവിടെ ഒരു ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ് ക്യാൻഡിൽ. ഇതാണോ ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ് ക്യാൻഡിൽ? യെസ്. ഇതെന്താണ്? ഇത് സപ്ലൈ സോൺ ആണ്. മാർക്കറ്റ് അവിടെ വരുമ്പോഴത്തേക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പെൻഡിങ് ഓർഡർ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് ഒരു ബൈയിങ് പ്രഷർ വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡബിൾ കൺഫർമേഷൻ ആണ്. ഇവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു പിവറ്റ് പോയിന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്. അവിടെ നിന്ന് റിജക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ നിന്ന് നിങ്ങൾ എൻട്രി എടുക്കുന്നു, തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റായോ? ഇല്ല. അവിടെ SL ഹണ്ടിങ് നടന്നോ? ഇല്ല. കാരണം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷന് മുകളിൽ കയറിപ്പോണ്ട ആവശ്യമില്ല. അവരുടെ പെൻഡിങ് ഓർഡേഴ്സ് അവരിട്ടേക്കുന്ന പ്രൈസ് ഇവിടെയാണ്. അവർ കൃത്യമായിട്ട് അവിടെ നിന്ന് ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ട് അവരുടെ പെൻഡിങ് ഓർഡർ അവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് വന്നു. ഇതാണ് ഈ ദിവസം സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ദിവസത്തോട്ട് പോവാം. മാർക്കറ്റ് താഴോട്ട് വന്നപ്പോ മാർക്കറ്റ് താഴോട്ട് വന്നപ്പോഴത്തേക്കും ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്നു. ഇവിടെ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടി. എവിടെ നിന്നാണ് സപ്പോർട്ട് വന്നത്? പിവറ്റ് പോയിന്റ് നിന്നാണ് വന്നത്. പിവറ്റ് പോയിന്റ് നിന്ന് സപ്പോർട്ട് വന്നു. കൃത്യമായിട്ട് നമുക്ക് അവിടെ സപ്പോർട്ട് കിട്ടി. അവിടെ സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തുണ്ട്? പ്രീവിയസ് ഡേയുടെ ഒരു സോൺ വന്നിട്ടുണ്ട് ഇല്ലേ? ഇവിടെ ഈ ഒരു ഡ്രോപ്പ് റാലി ക്യാൻഡിൽ വരുന്നതിന് മുന്നുള്ള ബേസ് ക്യാൻഡിലിന്റെ ഒരു സപ്പോർട്ട് അവിടെ ഉണ്ട്.
അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് അവിടെ ഡബിൾ കൺഫർമേഷനിൽ ഈ 2 ലൈനുകളും വർക്കായത്. ഇവിടെ നിന്ന് എൻട്രി എടുത്തവന്റെ SL ഹിറ്റായോ? ഇല്ല, SL ഹിറ്റ് ആയിട്ടില്ല. കാരണം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് താഴോട്ട് വന്നത് പെൻഡിങ് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പെൻഡിങ് ഓർഡർ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകേണ്ട വഴിക്ക് പോയി. ഇനി അടുത്ത് വീണ്ടും നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്നു. മാർക്കറ്റ് താഴോട്ട് വന്നപ്പോഴത്തേക്കും പുട്ട് ഓപ്ഷൻ എടുത്തവൻ തൊട്ട് മുകളിൽ എന്ത് വെച്ചിരുന്നു? SL വെച്ചിരുന്നു. മാർക്കറ്റ് മുകളിലോട്ട് കയറി, SL ഹിറ്റായോ? ഇല്ല. വീണ്ടും മുകളിൽ പോയി, SL ഹിറ്റായോ? SL ഹിറ്റായി, മാർക്കറ്റ് നേരെ താഴെ വന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. എന്തുകൊണ്ടാണ്? നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കിയില്ല. നമ്മൾ ഈ ഒരു പിവറ്റിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ മാർക്കറ്റ് താഴോട്ട് വരുമെന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ എടുത്തു. ഇനി നമുക്ക് പ്രീവിയസ് ഡേയിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ നമുക്കൊരു റിജക്ഷൻ വന്ന ഏരിയ മാർക്ക് ചെയ്യാം. ഇവിടെയാണല്ലോ നമ്മുടെ റിജക്ഷൻ വന്നത്, ഇല്ലേ? കാരണം ഈ ഒരു പിവറ്റ് പോയിന്റിൽ നിന്ന് മുകളിലോട്ട് മാർക്കറ്റ് കയറിയിട്ടാണ് നമ്മുടെ SL എടുത്തിട്ടാണ് മാർക്കറ്റ് വന്നത്, ഇല്ലേ? നമുക്ക് നേരെ ബാക്കിലോട്ട് പോകാം. ഈ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ് ക്യാൻഡിൽ വന്നിട്ടുണ്ടല്ലേ? ഈ ഒരു ലെവലിൽ ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നീട്ടി വരയ്ക്കുക. ഇതിന്റെ തൊട്ട് മുകളിലും അവിടെ ഒരു ഡ്രോപ്പ് ബേസ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നമുക്കിവിടെ അടുത്തടുത്താണ് 2 സോണുകൾ വന്നിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു സോണ് എടുക്കുക. ഈ സോണിന്റെ മുകളിലാണ് നമ്മുടെ SL വരിക. ഈ സോണ് PS ഡൈ മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ SL വരിക. അവിടെ വെച്ച് നമ്മൾ എക്സിറ്റ് ആവുന്നു. ഈ 2 സോണും ഞാൻ നീട്ടി വരച്ചു തന്നു. എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു പിവറ്റ് പോയിന്റ് നിന്ന് മുകളിലോട്ട് പോയത്? നിങ്ങളുടെ SL എടുക്കാനാണോ? നിങ്ങളുടെ SL എടുക്കാൻ പോയതല്ല. നിങ്ങളുടെ SL നോക്കി ഇരിപ്പല്ല അവരുടെ പണി. അവരുടെ പെൻഡിങ് ഓർഡേഴ്സ് എടുക്കാനാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയത്. അവരുടെ പെൻഡിങ് ഓർഡർ എടുത്തു, മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. ഇവിടെ ആരുടെയൊക്കെ SL ഹിറ്റായി? 2 പേരുടെ SL ഹിറ്റായി. ഇവിടെ പുട്ട് ഓപ്ഷൻ എടുത്തവന്റെ SL ഹിറ്റായി. പുട്ട് ഓപ്ഷൻ എടുത്തവന്റെ SL ഇവിടെ ഉണ്ടായിരുന്നു, SL ഹിറ്റായി. ഈ മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പോഴത്തേക്കും കോൾ ഓപ്ഷൻ എടുത്തവന്റെ SL ഇവിടെ ഉണ്ടായിരുന്നു, SL ഇവിടെ നിന്ന് ഹിറ്റായി. 2 പേരുടെ SLും മുകളിലോട്ടും താഴോട്ടും ഹിറ്റായിട്ട് മാർക്കറ്റ് താഴോട്ട് പോയി, ഇല്ലേ? വീണ്ടും താഴോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത്തരം സോണുകൾ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഇവിടുന്ന് റെസ്പെക്ട് ചെയ്യുന്നില്ല. കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും നമുക്ക് ഈ ഒരു സോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സപ്ലൈ ഡിമാൻഡ് സോണുകളൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ എൻട്രി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ വരയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത്തരം സപ്പോർട്ടോ റെസിസ്റ്റൻസിലോ നിന്നല്ല നമ്മൾ എൻട്രി എടുക്കേണ്ടത്. നമ്മൾ എൻട്രി എടുക്കേണ്ടത് ആ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ ലെവലിൽ പ്രീവിയസ് ഡേകളിൽ എപ്പോഴെങ്കിലും സോണുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സപ്ലൈ സോണോ ഡിമാൻഡ് സോണോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. വെറുതെ നമ്മൾ കണ്ണും പൂട്ടി ഒരു ട്രേഡ് എടുക്കുന്നതിന് പകരം നമ്മൾ ഒരു ദിവസത്തെ ചാർട്ടല്ല നോക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ ഇന്നത്തെ ചാർട്ട് മാത്രമല്ല നോക്കുന്നത്. നിങ്ങൾ കുറഞ്ഞത് പഴയ ഒരാഴ്ചത്തെ 5 ദിവസത്തെ ട്രേഡിങ്ങിന്റെ ചാർട്ടെങ്കിലും നിങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം. അത്തരം 5 ദിവസത്തെ ചാർട്ടുകളിൽ ഏറ്റവും കൂടുതൽ പെൻഡിങ് ഓർഡേഴ്സ് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഹൈ ലിക്വിഡിറ്റിയിൽ സപ്ലൈയോ ഡിമാൻഡ് സോണോ ക്രിയേറ്റ് ആയിട്ടുള്ള സോണുകൾ ഇത്തരം പിവറ്റ് പോയിന്റുകളുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പിവറ്റ് പോയിന്റുകളെ അവഗണിച്ചുകൊണ്ട് അത്തരം സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിലോട്ട് മാർക്കറ്റ് എത്തുന്നവരെയും വെയിറ്റ് ചെയ്യുക. ചെറിയ SLിൽ നിങ്ങൾ എൻട്രി എടുക്കുക. നിങ്ങൾക്ക് അവിടെ SL ഹിറ്റ് ആയി കഴിഞ്ഞാൽ ചെറിയൊരു ലോസ് മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾക്ക് വലിയ ടാർഗറ്റിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചത് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ 1-2 മാസത്തെ ചാർട്ടുകൾ എടുത്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വിശ്വസിക്കുക സ്റ്റോക്ക് മാർക്കറ്റിൽ SL ഹണ്ടേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ SL ഹണ്ടേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടുക SL ഹണ്ടേഴ്സ് ഉണ്ട് എന്ന്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.